ഞാനിന്നൊരു നാരങ്ങയുടെ റെസിപ്പിയാട്ടോ ഇടാൻ പോകുന്നത്. എനിക്കിന്ന് കുറച്ച് നാരങ്ങ കിട്ടിയിട്ടുണ്ട്, ഒരു 1 കിലോ ചെറുനാരങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ച് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. ഇത് മുറിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഉപ്പ് പൊടി വിതറിയിട്ട് ഞാൻ വെയിലത്ത് വയ്ക്കുകയാണ്. 2 മണിക്കൂർ നേരം നമുക്ക് വെയിൽ കൊള്ളണം ഇത്. അപ്പോൾ ഞാനിതെല്ലാം അങ്ങനെ ആക്കിയിട്ട് ഇത് വെയിലത്തേക്ക് വെക്കാൻ പോകുകയാണ്. 2 മണിക്കൂർ വെയിൽ കൊണ്ടതിന് ശേഷമാണ് നമ്മളിത് അച്ചാറിടാൻ പോകുന്നത്. 2 മണിക്കൂർ വെയിൽ കൊണ്ടുവന്ന് ഇതെല്ലാം ശരിയാക്കി വെച്ചിട്ട് ഞാനിതിൻ്റെ മസാല റെഡിയാക്കാൻ പോകുകയാണ്. ഇത് കണ്ടുകൊണ്ട് നല്ലപോലെ ഇതായിട്ട് വെയിൽ കൊണ്ടിട്ടുണ്ട്. വെയിൽ കൊണ്ടതിന് ശേഷമാണ് ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം. ഞാൻ എടുത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത് ഉലുവ, ഏലക്ക, ചെറിയ ജീരകം, ഉലുവ, കറിവേപ്പില ഇതെല്ലാം കൂടെ. ഈ മുളക് പൊടി നല്ലതുപോലെ നമുക്ക് ചൂടാക്കിയെടുക്കണം. ആദ്യം നമുക്കിതിൻ്റെ ഉലുവ, ജീരകം ഇതെല്ലാം നമ്മൾ വറുത്തെടുക്കണം. ഞാൻ ആദ്യം തന്നെ ചട്ടി ചൂടാക്കുകയാണ്. ചട്ടി നല്ലോണം ചൂടായി വരണം. ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് ഉലുവ ഇടണം. ഫസ്റ്റിൽ തന്നെ നമ്മൾ ഉലുവയാണ് ഇടുന്നത്. ഉലുവ ചേർക്കണം. ഉലുവ ചേർത്ത് ഉലുവ നന്നായി പൊരിഞ്ഞ് വരണം. ഉലുവ പൊരിയാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ഏലക്കയുടെ മണി അടക്കി വെച്ച് പറഞ്ഞത് അതതിലേക്ക് ഇടുകയാണ്. നന്നായി ചൂടാകട്ടെ. ചൂടായി ഇപ്പം നല്ലോണം ഒരുവിധം അത് പൊരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ജീരകം ഇടുകയാണ്. ജീരകം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കുക. ഇത് പൊരിഞ്ഞ് വരണം നല്ലതുപോലെ. നന്നായി പൊരിഞ്ഞ് വന്നാൽ മാത്രമേ നമുക്കത് പൊടിക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലൊന്നും ഇട്ടല്ലല്ലോ പിടിക്കണമെങ്കിൽ ഇടിയോരലിട്ടാണ് ഇടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഇത് നന്നായി മൂത്ത് വരണം നമുക്ക്. അതേപോലെ തന്നെ ഞാൻ കടുക് പരിപ്പ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. കടുക് പരിപ്പ് നമുക്ക് ഇവിടെ ഒന്നും വാങ്ങാൻ കിട്ടത്തില്ല, വയനാട്ടിലൊന്നും വാങ്ങാൻ കിട്ടത്തില്ല. എന്നാൽ കോട്ടയം പല ആ സൈഡിലൊക്കെ നമുക്കിത് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ പരിപ്പ് തന്നെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ഇവിടെ വയനാട്ടിലതൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. ഞാനതെല്ലാം എന്താ എടുത്ത് വെച്ച് പൊടിച്ച്. ഇത് ഇഞ്ചിയാണ്. ഇഞ്ചി 1 കഷ്ണം വെല്ലം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പൊടിച്ചതാകട്ടോ, ഞാൻ പൊടിച്ച മസാലയാണത്. ഇത് കായം, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും. ഇഞ്ചി. ഇതിനകത്ത് ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല. വെളുത്തുള്ളി ചേർക്കാത്തതിന് വേറൊരു കാരണമുണ്ട്. പണ്ടൊന്നും വെളുത്തുള്ളി ചേർത്തിട്ടല്ല അച്ചാറുണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാലിപ്പോൾ നമ്മളെല്ലാവരും തന്നെ വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് തന്നെയാണ് അച്ചാറുണ്ടാക്കുന്നത്. ഞാൻ നല്ലെണ്ണ ഒഴിക്കുകയാണ്. പക്ഷേ ഞാൻ വെളുത്തുള്ളി ഇതിൽ നിന്ന് ചേർക്കുന്നില്ല. കാരണം വെളുത്തുള്ളിക്ക് ഭയങ്കര വിലയാണ്. വെളുത്തുള്ളി ഇല്ലാത്ത അച്ചാർ നമ്മൾ ഉണ്ടാക്കണ്ടേ. വെളുത്തുള്ളി ചിലവ് ചുരുങ്ങിയ ഒരു അച്ചാറാണ് ഞാൻ ഇടുന്നത്. അതുകൊണ്ട് എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുകിടാം. കടുക് ഇട്ടതിന് ശേഷം നമുക്ക് കടുക് നന്നായി പൊട്ടി വരണം. ആദ്യ കാലങ്ങളിലൊന്നും നമ്മൾ ഇതേപോലെ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചേർത്തിട്ടല്ലായിരുന്നു അച്ചാറിടുന്നത്. പിന്നെ ഇപ്പോഴൊക്കെയാണ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് അച്ചാറിടുന്നത്. എൻ്റെ ചെറുപ്പകാലങ്ങളിലൊന്നും അങ്ങനെയല്ലായിരുന്നു. ഉപ്പിലിട്ട് വയ്ക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ കടുകിടാൻ പോവുകയാണ്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി വരണം നമുക്ക്. കടുക് പൊട്ടി വന്നിടുമ്പോൾ നമ്മൾ ഇഞ്ചിയാണ് ആദ്യം ഇടുന്നത്. ഇഞ്ചിക്കാണ് ഇതിലിപ്പോൾ നമ്മൾ ചേർക്കുന്നതിൽ ഏറ്റവും മൂപ്പ് കൂടുതലുള്ള സാധനം. അതുകൊണ്ട് ആ ഇഞ്ചി നല്ലപോലെ പൊരിഞ്ഞ് വരണം നമുക്ക്. അതിന് വേണ്ടി ഇഞ്ചി എടുത്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് കാണണം കേട്ടോ. ഇഞ്ചി ഞാനിടാൻ പോവുകയാണ്. ഇതിലേക്ക് ഇഞ്ചി ഇടുകയാണ്.
ആ ഇഞ്ചി കിടന്ന് നമുക്ക് നല്ലപോലെ പൊരിയട്ടെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ കാണിക്കാത്ത സാധനം എന്ന് പറഞ്ഞാൽ എടുത്തു വെച്ചത് ഒരു കഷ്ണം ശർക്കര, വെല്ലം, അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ കാണിച്ച സാധനങ്ങൾ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, വേറെ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇത് 2 സാധനം കൂടെ നമ്മളതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, ഏലയ്ക്ക, ചെറിയ ജീരകം, ശർക്കര, ഇഞ്ചി, കറിവേപ്പില. ഞാൻ ഇച്ചിരി ഇത് കുറച്ച് സ്പീഡ് കുറച്ചിടുകയാണ്, ഇഞ്ചി കരിഞ്ഞു പോകാതെ മൂക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇൻഡക്ഷൻ കുക്കറിന് ഇച്ചിരി ഇത് കുറച്ചിട്ടതാണ് ഞാനത്. ഇഞ്ചി മൂത്ത് വന്നപ്പോൾ ഞാൻ സ്പീഡ് തീരെ കുറച്ചു, ഫ്ലെയിം തീരെ കുറച്ചിട്ടു. കാരണം നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ഈ മസാലപ്പൊടികൾ ഇതിനകത്ത് ചേർക്കാൻ പോവുക. മസാലപ്പൊടികൾ ഇതിനകത്ത് ചേർത്തിട്ട് വേണം നമുക്ക് ഞാൻ ചേർക്കാൻ പോവുകയാണ് സാധനങ്ങൾ. കണ്ടോ, ആദ്യം ഞാൻ മുളക് പൊടി അങ്ങ് ഇടുകയാണ് അതിനകത്തേക്ക്. മുളക് പൊടി, നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന മസാലക്കൂട്ട്, അതായത് ഏലയ്ക്ക, ചെറിയ ജീരകം, ഉലുവ, കുരുമുളക് പൊടി, കായപ്പൊടി, ഇതെല്ലാം ഞാൻ ഇതിനകത്തേക്ക് ചേർത്തു. എല്ലാം ചേർത്ത് ഞാൻ എല്ലാ സാധനവും അതിനകത്തേക്ക് ചേർത്തു. കറിവേപ്പില ഇട്ടു, എല്ലാ സാധനവും അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഞാനത് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിക്കുകയാണ്. വേണ്ട, ഇത് നല്ലോണം ചുമന്ന് വരുന്നുണ്ട്. അപ്പോഴേക്ക് ഞാൻ അതിനകത്ത് നിന്ന് ഫ്ലാസ്കിൽ നിന്ന് കുറച്ച് വെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണത്. ആ വെള്ളം അങ്ങ് ചേർത്ത് കൊടുത്തു. പച്ചയ്ക്ക് വെള്ളം നമ്മൾ ഒരിക്കലും ഒഴിക്കരുത് അച്ചാറിനകത്ത്. അച്ചാർ പെട്ടെന്ന് കേടായിപ്പോകും. നല്ലതുപോലെ തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യും, ഈ വെല്ലം ശർക്കര കഷ്ണം കൂടെ അതിനകത്തിട്ട് കൊടുക്കുക. ഞങ്ങൾ മലബാറിലേക്കൊക്കെ വെല്ലം എന്നാണ് പറയുക. ഇത് ഞാൻ ഉപ്പിടുകയാണ് കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ആ ശർക്കര കഷ്ണം കൂടി അതിനകത്ത് ഇട്ട് കൊടുത്ത് ചെറിയൊരു കഷ്ണം ശർക്കര അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ചെറിയ ജീരകവും ഇഞ്ചിയും ചേർത്ത് വെക്കുന്ന ഏത് അച്ചാറാണെങ്കിലും അതിനകത്ത് ശർക്കരയാണ് ചേർക്കേണ്ടത്. ഞാൻ വിനാഗിരി ചേർക്കാൻ പോവുകയാണ്. നല്ലെണ്ണ ഞാൻ 2 ടേബിൾ സ്പൂൺ കണക്കാക്കിയേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഈ വിനാഗിരി ഞാൻ ചേർക്കാൻ പോകുന്നുണ്ട്. ഇത് ഫുള്ളാണ്, അതിൻ്റേതായ മുകളിൽ അത്രയും ഭാഗം ഞാൻ ചേർക്കുന്നുണ്ട്. എൻ്റെ കാൽഭാഗം ഞാൻ ചേർക്കുന്നുള്ളൂ, കാൽഭാഗവും ഇല്ല, ആ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നതിൻ്റെ മുകൾ ഭാഗം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ വിനാഗിരി. ഇനി ഈ വിനാഗിരിയും ഈ ശർക്കരയും എല്ലാം കൂടെ കിടന്ന് ഉപ്പ്, ഈ മസാലക്കൂട്ടുകളെല്ലാം കൂടെ നന്നായി തിളയ്ക്കണം. ശർക്കര അലിയണം അതിനകത്ത് കിടന്നിട്ട്. ഉണ്ടോ, ശർക്കരയൊക്കെ അലിഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ടത്. നന്നായി തിളച്ച് കുറുകിയിട്ടുണ്ട്. തിളച്ച് ഇതെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഈ അച്ചാർ നമ്മൾ ഒത്തിരി നാൾ കേടാകാതെ ഇരിക്കും. അച്ചാർ കേടാകുകയില്ല ഈ അച്ചാർ. പിന്നെ നമ്മൾ അച്ചാർ എടുക്കുമ്പോൾ ഒത്തിരി സൂക്ഷിക്കാനുണ്ട്. കാരണം എന്താ വെച്ചാൽ നനഞ്ഞ സ്പൂൺ കൊണ്ടെടുക്കുക, അതല്ല പിന്നെ തുറന്നിട്ടേക്കുക. ചിലരുണ്ട് അച്ചാർ കുപ്പിക്കകത്ത് സ്പൂണും ഇട്ട് അങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കും ടേബിളിൽ. അതിങ്ങനെ എല്ലാവരും കോരിയെടുക്കും, പിന്നെ അതങ്ങ് അടച്ച് വെക്കാതെ അവിടെ വെച്ചേക്കും. ചിലർ ചെറുതായിട്ടൊന്ന് അടച്ച് വയ്ക്കും. നാരങ്ങ ഇടാൻ പോവുക. ഉപ്പിട്ട് വെച്ചിരുന്നതുകൊണ്ട് ആ നാരങ്ങയ്ക്കകത്ത് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ നാരങ്ങ ഞാൻ തിളപ്പിച്ചതിന് ശേഷമാണ് അത് മുറിച്ച് വെച്ചത്. നല്ലപോലെ കഴുകി തിളപ്പിച്ചു. അതിന് ശേഷം അത് മുറിച്ച് വെയിലത്ത് വെച്ച് ഉപ്പുപൊടി മുകളിൽ വിതറി 2 മണിക്കൂർ നന്നായി വെയിൽ കൊള്ളിച്ച് ഞാൻ.
അതിന് ശേഷം നാരങ്ങയ്ക്ക് അതിൻ്റെ അടി മുങ്ങി കിടക്കുന്ന പോലെ അതിലാക്കി. ഇനി ഇത് നമുക്ക് നന്നായി വെന്ത് കുറുകി വരണം. ഇത് വെന്ത് കുറുകി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല പോലെ ഇതായി കിട്ടും. നല്ലൊരു അച്ചാർ, നല്ല കൊഴുത്ത് വരും. ലൈക്ക് ചെയ്യണം കേട്ടോ. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യും വേണം ചെയ്യാത്തവർ. എനിക്ക് നിങ്ങളുടെയൊക്കെ സഹായം ആവശ്യമാണ്, ഒരു പ്രോത്സാഹനം ആവശ്യമാണ്. എനിക്ക് ഒരുപാട് സൗകര്യം ഉള്ളിടത്തൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞു വീട്ടിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അത്രയൊക്കെ എനിക്ക് സൗകര്യമുള്ളൂ. എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നും എനിക്കറിയാവുന്ന പാചകം, അതുപോലെ തന്നെ ഞാൻ യോഗ ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ കുറേ തയ്ക്കുന്നുണ്ട്. കുറച്ചൊന്നുമല്ല, ഞാൻ നന്നായി തയ്ക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോയും ഞാൻ കൂടെ ഇടുന്നുണ്ട്. എനിക്ക് റെഡിമെയ്ഡ് വർക്കാണ് എക്സ്പീരിയൻസ് കൂടുതൽ. അപ്പം ഞാൻ റെഡിമെയ്ഡ് ഇതിൻ്റെ കൂടെ ഇടാം. നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം. എൻ്റെ ചാനലിൽ കയറി കാണണം. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ചെറിയ രീതിയിലൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. വലിയ ഇതായിട്ടൊന്നും ചെയ്യാനുള്ള ഒരു ഇതെനിക്കില്ല, സാമ്പത്തികമില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ട്രിപ്പുകളാണ് ചെയ്യുന്നത്. ഒരുപാട് സാധനങ്ങളല്ലാതെ എളുപ്പമുള്ള പാചകവുമാണ് ഞാൻ ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഒരു 1/2 കിലോ നാരങ്ങ ടൗണിലോട്ട് പോകുമ്പോൾ വാങ്ങിക്കൊണ്ട് വന്നാൽ അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയുണ്ടോ, ഇഞ്ചി ഇല്ലേലും ഇത് ചെയ്യാം കേട്ടോ. നന്നായി ചെയ്യാം. ഇത് നല്ല ടേസ്റ്റുമാണ്. ഇതിപ്പോൾ നല്ലോണം വെന്ത് കുറുകിയിട്ടുണ്ട്. നാരങ്ങയൊക്കെ നല്ലോണം വെന്ത് ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് തണുപ്പിച്ച് കുപ്പിയിലാക്കി, എയർടൈറ്റായുള്ള കുപ്പിയിലാക്കി വെച്ചിരുന്നാൽ നിങ്ങൾ ഫ്രിഡ്ജിലും വെക്കണ്ട, എങ്ങും വെക്കണ്ട. ഈ അച്ചാറൊന്നും ആകത്തില്ല. പക്ഷേ എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. നനഞ്ഞ സ്പൂൺ കൊണ്ട് ഒരു കാരണവശാലും എടുക്കരുത് അച്ചാർ. അതേപോലെ തന്നെ മേശപ്പുറത്ത് അച്ചാർ തുറന്ന് വയ്ക്കും, എന്നിട്ട് അതിൽ കൂവീച്ച കയറും, അതിന് ശേഷം അടച്ച് വയ്ക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ അച്ചാർ പെട്ടെന്ന് പൂത്തു പോകും. ഒരു കാരണവശാലും കൂവീച്ച കയറാൻ സമ്മതിക്കരുത്. നമ്മൾക്ക് കൂട്ടേണ്ട അച്ചാർ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കുക. ഒരു ചെറിയ പാത്രത്തിൽ അച്ചാറെടുത്തതിന് ശേഷം അതങ്ങ് അടച്ചു വെച്ചിരുന്നാൽ അച്ചാർ സുരക്ഷിതമായിരിക്കുകയും ചെയ്യും. നമുക്ക് ഏറെ നാൾ കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം. നല്ല അച്ചാർ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിപ്പം നല്ലോണം വെന്ത് കുറുകിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുപ്പിയിലാക്കി വെച്ചാൽ മാത്രം മതി, സൂക്ഷിച്ചാൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. നന്നായി കണ്ടോ, നന്നായി ചാറൊക്കെ കുറുകി വന്ന്. ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം എയർ ടൈറ്റായിട്ടുള്ള ഒരു കുപ്പിക്കകത്താക്കി വെക്കണം നമ്മൾ. ഇത്